90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. യുഎഇയിൽ ഇന്ന് 1027 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 20 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് ഇതുവരെ യുഎഇയിൽ നടത്തിയത്. യുഎഇയിൽ ഇന്ന് 1027 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,02,863 ആയി. ഇന്ന് കോവിഡ് ബാധിച്ച് 3 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 660 പേരാണ് മരിച്ചത്. 1253 പേർ ഇന്ന് സുഖം പ്രാപിച്ചു. 1,79,925 പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 2,02,078 പേരാണ് കോവിഡ് ബാധിച്ച് യുഎഇയിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,09,46 പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി. 20 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് യുഎഇയിൽ ഇതുവരെ നടത്തിയത്. അതിനിടെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ വിവിധ എമിറേറ്റുകളിൽ പരിശോധന കർശനമായി തുടരുകയാണ്. 24 ദുബായ്. സൗദി അറേബ്യയിൽ ഇന്ന് 119 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 174 പേർ സുഖം പ്രാപിക്കുകയും കോവിഡ് മൂലം ഇന്ന് 11 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. 119 പുതിയ കോവിഡ് കേസുകളാണ് ഇന്ന് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. 174 പേർ രോഗമുക്തരാവുകയും ചെയ്തു. കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 3,62,339 രോഗമുക്തരായവരുടെ എണ്ണം 3,53,353 ഉയർന്നു. 97.52% രോഗമുക്തി നിരക്ക്. 11 മരണവും ഇത് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് മരണസംഖ്യ ഇതോടെ 6,196 ആയി. 2,790 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 393 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 24 മണിക്കൂറിനിടെ 30,109 സാമ്പിളുകളും പരിശോധിച്ചു. 0.39% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവിശ്യകൾ ഇങ്ങനെ: റിയാദ് പ്രവിശ്യ 40, കിഴക്കൻ പ്രവിശ്യ 25, മക്ക പ്രവിശ്യ 24, കസീം പ്രവിശ്യ 9, മദീന പ്രവിശ്യ 6, അസീർ പ്രവിശ്യ 5. സൗദിയിൽ കൂടുതൽ രോഗമുക്തി നേടിയ പ്രവിശ്യകൾ ഇവയാണ്: റിയാദ് പ്രവിശ്യ 57, മക്ക പ്രവിശ്യ 34, കിഴക്കൻ പ്രവിശ്യ 29, മദീന പ്രവിശ്യ 15, കസീം പ്രവിശ്യ 11. സുബൈറുദ്ദൂർ, 24, ദമാം. ഒമാനിൽ 91 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 94.2% നിലവിൽ ഒമാനിലെ രോഗമുക്തി നിരക്ക്. ഇന്ന് 91 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിൽ കോവിഡ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,28,563 ആയി. ഒമാനിൽ നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 1,495 ആളുകളാണ് കോവിഡ് ബാധിച്ച് ഒമാനിൽ മരിച്ചത്. 24 മണിക്കൂറിനിടെ 200 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രാജ്യത്തെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,21,182 ആയി. 94.2% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ കോവിഡ് മൂലം ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 86 ആയി. ഇതിൽ 37 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഒമാൻ. ബഹ്റൈനിൽ 215 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 105 പേർ പ്രവാസികളാണ്. 102 പേർക്ക് സമ്പർക്കത്തിലൂടെയും 8 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 1926 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 130 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 89,456 ഉയർന്നു. സൗദി അറേബ്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ നിർത്തിവെച്ച വന്ദേ ഭാരത് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. സൗദിക്കകത്തുള്ള വിദേശികൾക്ക് പ്രോട്ടോകോൾ പാലിച്ച് നാട്ടിലേക്ക് മടങ്ങാമെന്ന സൗദി അധികൃതരുടെ ഉത്തരവിനെ തുടർന്നാണ് എയർ ഇന്ത്യ വന്ദേ ഭാരത് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങിയത്. സൗദിക്കകത്തുള്ള വിദേശികൾക്ക് പ്രോട്ടോകോൾ പാലിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള അനുമതി ലഭിച്ചതോടെയാണ് സൗദി അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച സൗദിയിൽ നിന്നുമുള്ള വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് ഭീഷണിയെ തുടർന്ന് ഒരാഴ്ച മുമ്പാണ് സൗദിയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾക്ക് അതിർത്തികൾ അടച്ച് അധികൃതർ വിലക്കേർപ്പെടുത്തിയത്. ഇതോടെ സൗദിയിൽ നിന്നും ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു ആദ്യ സർവീസ്. നാളെ മുതൽ റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നുമുള്ള സർവീസുകൾ ഉണ്ടാകുമെന്നും എയർ ഇന്ത്യ വൃത്തങ്ങൾ അറിയിച്ചു. സുബൈറുദ്ദൂർ, 24, ദമാം. സൗദിക്കകത്തുള്ള വിദേശികൾക്ക് പ്രോട്ടോകോൾ പാലിച്ച് നാട്ടിലേക്ക് മടങ്ങാമെങ്കിലും സൗദിയിലേക്ക് മടങ്ങാൻ നാട്ടിലും ദുബായിലുമായി കാത്തിരിക്കുന്ന പ്രവാസികളുടെ കാത്തിരിപ്പ് നീളുകയാണ്.
ദുബായിൽ നിന്നും സൗദിയിലേക്കുള്ള പ്രവേശനത്തിനായി ഇനി ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. കർശന പ്രോട്ടോകോൾ പാലിച്ച് സൗദിക്കകത്തുള്ള വിദേശികൾക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്നുള്ള അധികൃതരുടെ തീരുമാനം പലർക്കും ആശ്വാസം പകരുന്നുണ്ടെങ്കിലും സൗദിയിലേക്ക് മടങ്ങാൻ നാട്ടിലും ദുബായിലുമായി കാത്തിരിക്കുന്ന പ്രവാസികളുടെ കാത്തിരിപ്പ് ഇനിയും നീളുകയാണ്. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചുകൊണ്ടുള്ള വാർത്തയ്ക്കായി നാട്ടിൽ കാതോർത്തിരിക്കുന്നത് പതിനായിരങ്ങളാണ്. ചിലരാകട്ടെ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇല്ലാത്തതിനാൽ ദുബായിലെത്തി 14 ദിവസത്തെ ക്വാറന്റൈനും പൂർത്തിയാക്കി സൗദിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങവെയാണ് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കരുതലിന്റെ ഭാഗമായി സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിർത്തികൾ അടച്ചിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവാണ് ഇപ്പോൾ മറ്റൊരാഴ്ചത്തേക്ക് കൂടി നീട്ടിയത്. ഇതുപ്രകാരം പുറമേ നിന്ന് ആർക്കും സൗദിയിലേക്ക് പ്രവേശിക്കാനാകില്ല. റീ എൻട്രി വിസ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഭക്ഷണ താമസം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകി വിവിധ സംഘടനകൾ ഇവരെ ചേർത്ത് നിർത്തുമ്പോഴും ഇത്തരം വിഷയത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണിവർ. സുബൈറുദ്ദൂർ, 24, ദമാം. സൗദി അറേബ്യയിലെ റെസ്റ്റോറന്റുകളിലും കഫേകളിലും തത്സമയ സംഗീത വിരുന്നുകൾ 3 ദിവസത്തേക്ക് നിരോധിച്ചു. ഡിസംബർ 31 മുതൽ ജനുവരി 2 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. പുതുവത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ റെസ്റ്റോറന്റുകളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം പരിഗണിച്ചാണ് സംഗീത വിരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഡിസംബർ 31 വ്യാഴം മുതൽ ശനി വരെ 3 ദിവസം തത്സമയ ഷോകൾക്ക് റെസ്റ്റോറന്റുകളും കോഫി ഷോപ്പുകളും വേദിയാകരുതെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. ഇതു സംബന്ധിച്ച സർക്കുലർ ലൈസൻസുള്ള രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തു. കോവിഡ് വൈറസ് വ്യാപനം തടയാനും പൊതുസുരക്ഷ ഉറപ്പാക്കാനുമുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി നടപ്പിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയം വിവിധ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തത്സമയ സംഗീത പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. നിർദ്ദേശങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈറ്റിൽ വ്യോമ നാവിക കര അതിർത്തികൾ ജനുവരി 2 മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം. ഇന്ന് വൈകിട്ട് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഇതുപ്രകാരം നിലവിൽ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ജനുവരി 2 മുതൽ പിൻവലിക്കും. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കടൽ മാർഗമുള്ള അതിർത്തികളും ഈ തീയതി മുതൽ തുറക്കും. UAEയിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് പിഴ കൂടാതെ മടങ്ങിപ്പോകാനുള്ള സമയം ഈ മാസം 31 അവസാനിക്കും. 31 മുൻപ് നടപടികൾ പൂർത്തിയാക്കി രാജ്യം വിടാത്തവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു. കോവിഡ് മൂലം രാജ്യം വിടാൻ സാധിക്കാതിരുന്നവർക്ക് പിഴയോ മറ്റ് ശിക്ഷകളോ ഇല്ലാതെ രാജ്യം വിടാൻ 10 മാസത്തെ സാവകാശമാണ് ലഭിച്ചത്. ഇവർക്കായി പൊതുമാപ്പിന് തുല്യമായ അവസരമാണ് UAE നൽകിയത്. ഈ കാലാവധിയാണ് ഡിസംബർ 31 അവസാനിക്കുക. കാലാവധി കഴിഞ്ഞും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവസരം ഇനിയും ഉപയോഗപ്പെടുത്താത്തവർ ഉടൻ ഉപയോഗപ്പെടുത്തണമെന്ന് നോർക്ക റൂട്ട്സ് ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ഫെമിൻ പണിക്കശ്ശേരി പറഞ്ഞു. ഈ ഡിസംബർ 31 വരെയാണ് UAE ഗവൺമെന്റ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് എങ്കിലും 2-3 ദിവസം മുമ്പ് തന്നെ എല്ലാവരും ഇതിന്റെ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ കൂടുതൽ ഊർജിതമാക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി, UAE ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഈ ഒരു ഫെസിലിറ്റി തീർച്ചയായും ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. പൊതുമാപ്പിന് സമാനമായ ഈ ആനുകൂല്യത്തിൽ രാജ്യം വിടുന്നവർക്ക് മറ്റൊരു വിസയിൽ തിരിച്ചുവരാനുള്ള അവസരവും അധികൃതർ നൽകിയിരുന്നു. അരുൺ പാറാട്ട്, 24, ദുബായ്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം സൗദി അറേബ്യയിൽ 1,87,00,000 PCR പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് കോവിഡ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജൂൺ മാസം സൗദിയിൽ പ്രതിദിനം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5000 എത്തിയിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗബാധിതരുടെ എണ്ണം 96.9% കുറഞ്ഞു. കോവിഡ് നിയന്ത്രണ വിധേയമാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ അൽ അബ്ദുൽ അലി പറഞ്ഞു. രാജ്യത്ത് വിതരണം ആരംഭിച്ച കോവിഡ് വാക്സിൻ മറ്റു ചില രാജ്യങ്ങളിൽ കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും ഫലപ്രദമാണ്. വാക്സിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിനായി അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധരുമായി മന്ത്രാലയം നിരന്തരം ഏകോപനം നടത്തുന്നുണ്ട്.
രാജ്യത്ത് ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 7 ലക്ഷം പേർ വാക്സിൻ സ്വീകരിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തു. സാമൂഹിക അവബോധവും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തവുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും ഡോക്ടർ അൽ അബ്ദുൽ അലി പറഞ്ഞു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദി അറേബ്യയിൽ പുതിയ 4 എണ്ണ പ്രകൃതിവാതക പാടങ്ങൾ കണ്ടെത്തിയതായി ഊർജ്ജമന്ത്രി അറിയിച്ചു. ദേശീയ എണ്ണ കമ്പനി സൗദി അരാംകോയാണ് പുതിയ പാടങ്ങൾ കണ്ടെത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ദെഹ്റാനിലെ അൽറീഷ്, മിൻഹസ് എന്നിവിടങ്ങളിലാണ് പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയതെന്ന് ഊർജ്ജവകുപ്പ് മന്ത്രി പ്രിൻസ് അബ്ദുലസീസ് ബിൻ സൽമാൻ പറഞ്ഞു. അൽറീഷിലെ രണ്ടാമത്തെ എണ്ണക്കിണറിൽ പ്രതിദിനം 4452 ലൈറ്റ് ക്രൂഡ് ഓയിൽ ഉൽപാദനശേഷിയുണ്ട്. 3.2 മില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകവും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പ്രദേശത്തെ എണ്ണശേഖരത്തിന്റെ അളവ് നിശ്ചയിക്കാൻ അരാംകോ 2 എണ്ണക്കിണറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മിനഹസ് എണ്ണപ്പാടത്തെ സാറഹ് സംഭരണിയിലും അൽസഹബ കിണറിലുമാണ് വൻതോതിൽ പ്രകൃതിവാതകം കണ്ടെത്തിയത്. ലൈറ്റ് ക്രൂഡ് ഓയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതിനാൽ പുതുതായി കണ്ടെത്തിയ എണ്ണശേഖരം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ കണ്ടെത്തലുകൾ രാജ്യത്തിന്റെ പ്രകൃതി സമ്പത്തിന്റെ കരുത്താണ് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദി അറേബ്യയിൽ സംഗീതം അഭ്യസിപ്പിക്കുന്നതിന് 2 കോളേജുകൾക്ക് അനുമതി നൽകിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ആദ്യമായാണ് സംഗീത കോളേജുകൾക്ക് അനുമതി നൽകുന്നത്. സംഗീത കോളേജുകൾക്ക് ലൈസൻസ് അനുവദിച്ച കാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിൻസ് ബദർ അൽ സൗദ് ട്വിറ്ററിലാണ് അറിയിച്ചത്. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ലാഭേച്ഛയില്ലാതെ വിവിധ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കാം. സാമൂഹിക സാംസ്കാരിക പരിപാടിയായ അൽ ബലദ് ആർട്ട് റെസിഡൻസി പ്രോഗ്രാമിന്റെ 2ാം പതിപ്പ് ആരംഭിക്കുന്നതിന് സാംസ്കാരിക മന്ത്രാലയം തയ്യാറെടുപ്പ് തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു. പരമ്പരാഗത കലാകാരന്മാരും അന്താരാഷ്ട്ര പ്രശസ്തരും പരിപാടിയിൽ പങ്കെടുക്കും. സാഹിത്യ വിമർശകർ, ഗവേഷകർ, എഴുത്തുകാർ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരാകും. ജിദ്ദയിലെ യുനെസ്കോ സാംസ്കാരിക പൈതൃക കേന്ദ്രമായ അൽ ബലദിലെ റിബാത്ത് അൽ ഖോഞ്ചി കെട്ടിടത്തിലാണ് പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സാംസ്കാരിക സംഗമവും അറിവും അനുഭവവും കൈമാറാനുള്ള അവസരവും ആർട്ട് റെസിഡൻസി പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കും. വിവിധ തലമുറകൾ തമ്മിലുള്ള സംഭാഷണത്തിനും പരിപാടി വേദിയാകും. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ധനസഹായത്തോടെയാണ് പരിപാടി അരങ്ങേറുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഓൺലൈൻ ക്വിസ് പരിപാടി സംഘടിപ്പിക്കും. ജനുവരി 3 മുതൽ 25 വരെയുള്ള എല്ലാ പ്രവർത്തി ദിനങ്ങളിലും മത്സരമുണ്ടായിരിക്കും. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നദികൾ, ദ്വീപുകൾ, ആഘോഷങ്ങൾ, സംസ്ഥാനങ്ങൾ എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ചോദ്യങ്ങൾ. കുവൈറ്റിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ പ്രേമികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാമെന്നും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എംബസി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് നൽകുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 6 കോർപ്പറേഷനുകളിലും മേയർമാരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഒഴികെ 5ഇടത്തും LDF-നാണ് ജയം. ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആധികാരികമായിരുന്നു പ്രായക്കുറവ് കൊണ്ട് രാജ്യശ്രദ്ധയാകർഷിച്ച ആര്യ രാജേന്ദ്രന്റെ വിജയം. 3 സ്വതന്ത്രരുടേതുൾപ്പെടെ 54 വോട്ടുകൾ LDF നേടിയപ്പോൾ ഒരു CPIM അംഗത്തിന്റെ വോട്ട് അസാധുവായി. BJP സ്ഥാനാർത്ഥി സിമി ജ്യോതിഷിന് 35ഉം UDF-ലെ മേരി പുഷ്പത്തിന് 9 വോട്ടും ലഭിച്ചു. കോവിഡ് നിരീക്ഷണത്തിലുള്ള കോൺഗ്രസ് അംഗം വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസ് വിമതൻ MK വർഗീസാണ് ഇടതുപിന്തുണയോടെ തൃശൂരിലെ മേയറായത്. LDF 25 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 23 വോട്ടുകൾ. കോഴിക്കോട് 49 വോട്ടുകളോടെ LDF-ലെ ഡോക്ടർ ബീന ഫിലിപ്പ് മേയറായി. UDF-ന് 18ഉം NDA-ക്ക് 6 വോട്ടുകൾ ലഭിച്ചു. കോവിഡ് പോസിറ്റീവായ NDA കൗൺസിലർ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. 32-നെതിരെ 36 വോട്ടുകൾ നേടിയാണ് കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ വിജയം. NDA-ക്ക് 5 വോട്ടുകൾ. ഒരംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണൂരിലെ TO മോഹനനാണ് UDF-ന്റെ സംസ്ഥാനത്തെ ഏക മേയർ. ആകെയുള്ള 55-ൽ 33 വോട്ട് നേടിയാണ് മോഹനന്റെ വിജയം. UDF-ന്റെ 1 വോട്ട് അസാധുവായപ്പോൾ വൈകിയെത്തിയ അംഗത്തിന് വോട്ട് ചെയ്യാനായില്ല. കോൺഗ്രസ് വിമതൻ K സുരേഷിന്റെ വോട്ടും UDF-ന് ലഭിച്ചു. 39 വോട്ടുകൾ നേടി LDF-ലെ പ്രസന്ന ഏണസ്റ്റാണ് കൊല്ലത്തെ മേയർ. UDF-ന് 9ഉം BJP-ക്ക് 5ഉം വോട്ടുകൾ ലഭിച്ചു. BJP-യുടെ 1 വോട്ട് അസാധുവായപ്പോൾ SDPI അംഗം വിട്ടുനിന്നു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. നറുക്കെടുപ്പ് നടന്ന നഗരസഭകൾ യുഡിഎഫിനെ പിന്തുണച്ചപ്പോൾ സ്വതന്ത്രരെ ഒപ്പം നിർത്തി ഇടതുമുന്നണി ചില നഗരസഭകളിൽ അട്ടിമറി ജയം നേടി. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന നെടുമങ്ങാട് നഗരസഭയിലെ സിപിഐഎമ്മും സിപിഐയും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ധാരണ ലംഘിച്ച് പരസ്പരം മത്സരിച്ചു. മുനിസിപ്പാലിറ്റികളിൽ പുതിയ അധ്യക്ഷരും ഉപാധ്യക്ഷരും ചുമതലയേറ്റു. ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ നറുക്കെടുപ്പ് വേണ്ടിവന്ന കോട്ടയം, കളമശ്ശേരി, പരവൂർ നഗരസഭകൾ യുഡിഎഫിനൊപ്പം നിന്നു. കോട്ടയത്ത് സ്വതന്ത്ര ബിൻസി സെബാസ്റ്റ്യനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കി യുഡിഎഫ് ഒപ്പം നിർത്തിയതോടെയാണ് ഇരു മുന്നണികൾക്കും സീറ്റുനില തുല്യമായത്. കളമശ്ശേരിയിൽ സീമാക്കണ്ണനും പരവൂരിൽ പി ശ്രീജയും നഗരസഭാധ്യക്ഷരായി. കോൺഗ്രസ് വിമതരെ ഒപ്പം നിർത്തി പത്തനംതിട്ടയും തൊടുപുഴയും ഇടതുമുന്നണി നേടി. തൊടുപുഴയിൽ ഭരണമുറപ്പിച്ച യുഡിഎഫിന് അപ്രതീക്ഷിത ആഘാതമാണ് ഇടതുമുന്നണി നൽകിയത്. കോൺഗ്രസ് വിമതൻ സനീഷ് ജോർജ് ചെയർമാനായത് യുഡിഎഫ് സ്വതന്ത്ര ജെസ്സി ജോണിയുടെ കൂടി പിന്തുണയിലാണ്. ജെസ്സി ജോണി വൈസ് ചെയർപേഴ്സണുമായി. സ്വതന്ത്ര സന്ധ്യ മനോജിനെ ചെയർപേഴ്സണാക്കിയാണ് ചങ്ങനാശ്ശേരി യുഡിഎഫ് നിലനിർത്തിയത്. 3 മുന്നണികൾക്കും 9 സീറ്റ് വീതം ലഭിച്ച മാവേലിക്കരയിൽ സ്വതന്ത്രനായി ജയിച്ച സിപിഎമ്മിൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ വി ശ്രീകുമാറിനെ ചെയർമാനാക്കി ഭരണം യുഡിഎഫ് നേടി. പാലായിൽ ആദ്യമായി എൽഡിഎഫ് അധികാരത്തിലെത്തി. കേരള കോൺഗ്രസ് എമ്മിലെ ആൻറ്റോ പടിഞ്ഞാറേക്കരയാണ് ചെയർമാൻ. കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് ബിയിലെ എ ഷാജു ചെയർമാനായി. കോട്ടയത്തെ 6ൽ 5 നഗരസഭകളിലും യുഡിഎഫിനാണ് അധ്യക്ഷസ്ഥാനം. കാഞ്ഞങ്ങാട്ട് 2 ലീഗ് അംഗങ്ങളുടെയും ഷൊർണൂരിൽ ഒരു SDP അംഗത്തിൻ്റെയും വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചു. വർക്കലയിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ LDFിലെ കെ എ ലാജി ചെയർമാനായി. കോൺഗ്രസ് അംഗങ്ങളും BJP വിമതൻ ശ്രേയസും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. നെടുമങ്ങാടും ചെയർമാൻ തെരഞ്ഞെടുപ്പ് യുഡിഎഫ് ബഹിഷ്കരിച്ചു. പാലക്കാട്ട് BJPയുടെ മുതിർന്ന നേതാവ് വി നടേശന്റെ വോട്ട് CPMന് രേഖപ്പെടുത്തിയതും അബദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചെടുക്കാൻ മുതിർന്നതും ബഹളത്തിനിടയാക്കി. തർക്കത്തിനൊടുവിൽ നടേശന്റെ വോട്ട് അസാധുവാക്കി. ആറ്റിങ്ങലിൽ വൈകിയെത്തിയ BJP അംഗത്തിനെ വോട്ട് ചെയ്യുന്ന ഹാളിൽ നിന്ന് പുറത്താക്കി. നെടുമങ്ങാട്ട് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന CPMും CPIയും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരസ്പരം മത്സരിച്ചു. മുന്നണി ധാരണപ്രകാരം CPIക്കായിരുന്നു വൈസ് ചെയർമാൻ. സ്ഥാനാർത്ഥിയായി S രവീന്ദ്രനെ CPI നിശ്ചയിച്ചതാണ് CPM ഇടയാൻ കാരണം. S രവീന്ദ്രൻ നേരത്തെ CPMലായിരുന്നു. വൈസ് ചെയർമാനായി CPMലെ പി ഹരികേശൻ നായരെ തിരഞ്ഞെടുത്തു. ഭൂരിപക്ഷമുണ്ടായിട്ടും BJPയിൽ തർക്കം നിലനിന്ന പന്തളത്ത് സുശീല സന്തോഷ് ചെയർപേഴ്സണായി. രമ്യ വൈസ് ചെയർപേഴ്സണും. ചില നഗരസഭകളിൽ കോവിഡ് ബാധിതരായ കൗൺസിലർമാർ PPE കിറ്റ് ധരിച്ചാണ് വോട്ട് ചെയ്യാനെത്തിയത്. വിവിധ ബ്യൂറോകൾ നൽകിയ വിവരങ്ങൾ കോർത്ത് 24 തിരുവനന്തപുരം. മുന്നണികൾക്ക് തുല്യ അംഗബലമുണ്ടായിരുന്ന സംസ്ഥാനത്തെ 3 നഗരസഭകളിൽ നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം ലഭിച്ചു. കോട്ടയം, കളമശ്ശേരി, പരവൂർ നഗരസഭകളിലാണ് ഭാഗ്യം UDFന് തുണച്ചത്. ായ ബിൻസി സെബാസ്റ്റ്യനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് കോട്ടയം നഗരസഭയിൽ UDFും LDFും തുല്യനിലയിൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇരു മുന്നണികളും 22 വോട്ടുകൾ നേടി. രണ്ടാം ഘട്ടത്തിലും ഇതേ നില ആവർത്തിച്ചതോടെ നറുക്കെടുപ്പ് നടത്തി. നറുക്ക് വീണ ബിൻസി സെബാസ്റ്റ്യനിലൂടെ UDF നഗരസഭ നിലനിർത്തി. കോവിഡ് ബാധിതനായ LDF കൗൺസിലർ വിട്ടുനിന്നതോടെ കോൺഗ്രസിലെ B ഗോപകുമാർ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കളമശ്ശേരി നഗരസഭയിലും നറുക്കെടുപ്പിലൂടെയാണ് UDF ഭരണം പിടിച്ചത്. കോൺഗ്രസിന്റെ സീമാക്കണ്ണൻ അധ്യക്ഷയും മുസ്ലിം ലീഗിന്റെ സൽമ അബൂബക്കർ നഗരസഭ ഉപാധ്യക്ഷയുമായി. പി ശ്രീജയ്ക്ക് നറുക്ക് വീണതോടെയാണ് കൊല്ലം, പരവൂർ നഗരസഭയിൽ UDF അധികാരത്തിലെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ചൊല്ലി കൌൺസിൽ ഹാളിൽ LDF UDF അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് നേരം വൈകിയെത്തിയ ഇടതുമുന്നണി കൌൺസിലർമാരെ കൌൺസിൽ ഹാളിൽ പ്രവേശിക്കാൻ അനുവദിച്ചുവെന്ന് ആരോപിച്ച് UDF പ്രതിഷേധിച്ചു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് 2 മണിക്കായിരുന്നു. എന്നാൽ LDF അംഗങ്ങൾക്ക് വേണ്ടി വരണാധികാരിയായി ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് UDF കൌൺസിലർമാർ നടത്തിയ പ്രതിഷേധമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. വൈകിയെത്തിയ LDF അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ കയറുന്നത് തടയാൻ UDF അംഗങ്ങൾ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടി. പക്ഷേ LDF അംഗങ്ങൾ ബലം പ്രയോഗിച്ച് അകത്ത് കടന്നു. വൈകിയെത്തിയ LDF കൌൺസിലർമാർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നത് തടയാൻ UDF അംഗങ്ങൾ ശ്രമിച്ചതോടെ കയ്യാങ്കളിയായി.
കയ്യാങ്കളിയിൽ രജിസ്റ്ററിന്റെ പേജുകൾ കീറി. വൈകി വന്ന അംഗങ്ങളെ പുറത്താക്കണമെന്ന UDF ആവശ്യം വരണാധികാരിയായ കളക്ടർ തള്ളി. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിയമപരമായിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ തന്നെ നാം മുമ്പോവും. യാർക്കാരും പ്രശ്നമുണ്ടെങ്കിൽ അവർ ലീഗൽ കോഴ്സ് എടുക്കാൻ പറ്റും. നാം കറക്റ്റായ പ്രൊസീജിയർ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ആദ്യ റൗണ്ടിൽ ആർക്കും ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കിട്ടിയില്ല. ഇതോടെ രണ്ടാം റൗണ്ട് വോട്ടിംഗ് വേണ്ടി വന്നു. എന്നാൽ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച UDF രണ്ടാം റൗണ്ട് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ CPIയിലെ KA അൻസിയ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സഹിൻ ആന്റണി, 24 കൊച്ചി. ആലപ്പുഴയിലെ പരസ്യ പ്രതിഷേധത്തിൽ 3 CPIM ബ്രാഞ്ച് സെക്രട്ടറിമാരെ പുറത്താക്കി. P. പ്രദീപ്, സുകേഷ്, PP മനോജ് എന്നിവരെയാണ് പുറത്താക്കിയത്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധം നടത്തിയത്. ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ KK ജയമ്മയെ ഒഴിവാക്കി സൗമ്യരാജിനെ അധ്യക്ഷയാക്കിയതിലാണ് പ്രതിഷേധത്തിന് കാരണമായത്. സൗമ്യരാജിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നിരുന്നു. പ്രതിഷേധത്തിൽ പാർട്ടി നടപടി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പുറത്താക്കപ്പെട്ടവർ പ്രതികരിച്ചു. കണ്ണൂരിലെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ സഞ്ചരിച്ച വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. ഡെപ്യൂട്ടി മേയറെ തീരുമാനിച്ചത് ഏകകണ്ഠമായാണെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് K. ഷബീനയെ ലീഗ് തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. UDF യോഗം കഴിഞ്ഞിറങ്ങിയ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദർ മൗലവിയുടെ വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരിയും വാഹനത്തിലുണ്ടായിരുന്നു. ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ കാറിന് മുകളിൽ പ്രതിഷേധക്കാർ കരിങ്കൊടിയും കെട്ടി. 3 പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗ് പരിഗണിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഞായറാഴ്ച രാത്രി ഷബീനയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആദ്യം പരിഗണിച്ചിരുന്ന ഷമീമയെ തഴഞ്ഞ് ഷബീനയെ ഡെപ്യൂട്ടി മേയറാക്കാൻ തീരുമാനിച്ചത് ഏകപക്ഷീയമായിട്ടാണെന്നാണ് ആരോപണം. യൂത്ത് ലീഗ് കണ്ണൂർ മേഖലാ ജനറൽ സെക്രട്ടറി റാഷിദ് തായത്തെരുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എന്നാൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പ്രതിഷേധക്കാർക്കെതിരെയുള്ള നടപടി പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അബ്ദുൽ കരീം ചേലേരി. അതിലൊരു പ്രതിഷേധത്തിന് വലിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചുള്ള ധാരണ ജില്ലാ പാർലമെന്ററി ബോർഡിനുണ്ട്. അഭിപ്രായങ്ങൾ സ്വാഭാവികമായും എല്ലാ തലങ്ങളിൽ നിന്നും വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ റാഷിദ് അടക്കമുള്ളവർ യൂത്ത് ലീഗ് ഭാരവാഹിത്വം രാജിവെച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. LDF സർക്കാരിനെ പിന്തുണച്ച സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്ത് തള്ളി സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്തയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പോരായ്മകളുണ്ടെങ്കിലും ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം സമൂഹത്തിന് നൽകുന്ന പിന്തുണ മറക്കാനാകില്ലെന്നുമായിരുന്നു സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ഇന്നലെ പ്രതികരിച്ചത്. കോഴിക്കോട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കിയ നിലപാടിനെയും അദ്ദേഹം പിന്തുണച്ചു. ജമാഅത്തിനെ കൂട്ടുപിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ എതിർക്കുമെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന ഏറെ രാഷ്ട്രീയ ചർച്ചകളിലേക്കും വഴിവെച്ചു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയത്. സമസ്തയുടെ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്തയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. സമസ്തയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ഔദ്യോഗികമായി തന്നെ അറിയിക്കും. വ്യക്തികളുടെ അഭിപ്രായങ്ങൾ സമസ്തയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യരുതെന്നും ജിഫ്രി തങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.